നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ 2 ദിവസമായിട്ട് ചാനലിനകത്ത് വീഡിയോസ് ഒന്നും അങ്ങനെ ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഒരു ഹോസ്പിറ്റൽ കേസുമായിട്ട് നടക്കുന്നതുകൊണ്ടാണ്. എന്താണെങ്കിലും ഇനിയിപ്പം ഒരാഴ്ചത്തേക്കൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ എല്ലാ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ലായിരിക്കും കേട്ടോ. എന്നാലും എനിക്ക് പറ്റാവുന്ന സമയങ്ങളിലൊക്കെ ഞാൻ കൃത്യമായിട്ട് തന്നെ വീഡിയോസൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് രേവതി സച്ചിയും കൂടെ ഇളയച്ചനായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന ജയരാജനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുവാണ്. പക്ഷെ ഇതൊന്നും ശ്രുതി അറിയുന്നുണ്ടായിരുന്നില്ല. എല്ലാരെയും താൻ പറ്റിച്ചല്ലോ എന്നുള്ള ഒരു അഹങ്കാരം ശ്രുതിയുടെ മനസ്സിലുണ്ടായിരുന്നു. ആരും ഇനി തന്നെ പിടികൂടാനായിട്ട് പോകുന്നില്ല. അല്ലെങ്കിലോ ഇന്ന് ഈ പറയുന്ന ബീരാൻ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടും തന്റെ കള്ളത്തരം പൊളിഞ്ഞില്ല. അപ്പൊ പിന്നെ ഇനിയിപ്പോ ഒന്നും നോക്കാനില്ലല്ലോ എന്നൊരു ചിന്തയോട് കൂടിയിട്ട് അങ്ങനെ പായസമൊക്കെ വെച്ച് ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചു. പായസം ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി സച്ചിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ. അങ്ങനെ അവരങ്ങോട്ട് വരുന്ന സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ശ്രുതിയെ കണ്ടിഞ്ഞപ്പോ രേവതി സച്ചി ഒന്ന് പരസ്പരം നോക്കി. അപ്പോഴേക്കും രേവതി ചോദിച്ചു, അല്ല ശ്രുതി ഇത് എന്തെടുക്കുമായിരുന്നു അടുക്കളല്ലോ? അതോ ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കുമായിരുന്നു. ഇന്നെന്താ പ്രത്യേകിച്ച് പായസമൊക്കെ ഉണ്ടാക്കാനായിട്ട്? ഇതിന് മാത്രം എന്താ വിശേഷം എന്താന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ല, എന്നാലും എനിക്കിന്ന് പായസം ഉണ്ടാക്കണം തോന്നിയെന്ന് പറഞ്ഞു. പായസം ഉണ്ടാക്കണമെന്നോ? അതെ, ഇന്ന് എൻ്റെ ഇളയച്ചൻ്റെ പിറന്നാളാന്ന് പറഞ്ഞു. ആഹാ, അത് കൊള്ളാലോ. ഇളയച്ചനെ പിറന്നാളായിട്ടാണോ? ഓ, അപ്പൊ അതാണ് കാര്യം. അപ്പോഴേക്ക് സച്ചു പറഞ്ഞു, ഞങ്ങൾ ഓർക്കുകയും ചെയ്തു. ഇന്നിപ്പോ കല്യാണ സദ്യയൊക്കെ കഴിച്ച് പായസം കൊണ്ടിട്ട് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് വീണ്ടും പായസം ഉണ്ടാക്കുന്ന എന്തിനാന്നേ? അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അതെ ഇളയച്ചന്റെ പിറന്നാളായതുകൊണ്ടാണ് പായസം ഉണ്ടാക്കുന്നത്. രേവതി പറഞ്ഞു, ഓ അല്ലെങ്കിൽ ഞാനവിടുത്തെ അച്ഛനൊക്കെ മേടിച്ചിട്ട് ഇത്ര നാളല്ലേ ആയുള്ളൂ. അപ്പൊ പിന്നെ പായസമൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞാലേ ശ്രുതി ഒന്ന് വല്ലാതായിപ്പോയി. കള്ളത്തരം പിടിക്കപ്പെടുമോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അതിനിപ്പോ എന്താ, ഇളയച്ചൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ തന്നെയാണ് എനിക്കും. പിന്നെ ഒരു സന്തോഷമുള്ള ദിവസം ആയതുകൊണ്ടാണ് ഞാനിന്ന് പായസം തയ്യാറാക്കിയെന്നൊക്കെ പറഞ്ഞു. ആ സമയം സച്ചു ചോദിച്ചു, അല്ല ശ്രുതിയുടെ ഇളയച്ചനപ്പൊ എവിടെയാ? മലേഷ്യയിലാണോ ഇപ്പൊ സിംഗപ്പൂരാണോ എന്ന് ചോദിച്ചു. അയ്യോ ഇളയച്ചനോ? ഇളയച്ചന് അത് പിന്നെ ഇളയച്ചനിപ്പോ എവിടെയാന്ന് അറിയില്ല. ഞാൻ വേണമെങ്കിൽ ഒന്നും വിളിച്ചു നോക്കാം. അല്ല ഞങ്ങൾക്ക് വേണേ ഒന്ന് വിഷയമല്ലോ. അത് കുഴപ്പമില്ല, ചിലപ്പോ ഇളയച്ചൻ ഇപ്പൊ തന്നെ എന്നെ വിളിക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അല്ല ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ടേക്കൊന്ന് വിളിച്ചു നോക്കാന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, അല്ല ഇളയച്ചൻ വിളിക്കാറുണ്ടോ? പിന്നെ വിളിക്കാറുണ്ട്, എന്നെ എപ്പോഴും തന്നെ വിളിക്കാറുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ശ്രുതി എന്ത് ചെയ്തു, ഇളയച്ചനാന്നുള്ള രീതി വിളിക്കണം. അപ്പം മീരയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് മീര കോൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, ആഹാ ഇളയച്ചനിത് എവിടാ എന്നൊക്കെ ചോദിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ ഇങ്ങനെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീര അന്തം വിട്ടുപോയി. മീരയ്ക്ക് മനസ്സിലായി അവൾ എന്തൊക്കെയോ നാടകങ്ങൾ കളിക്കുന്നുണ്ടെന്ന്. പെട്ടെന്ന് തന്നെ മീര പറഞ്ഞു, എനിക്ക് മനസ്സിലായി നീ കൂടുതൽ കിടന്ന് നാടകം കളിക്കണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് ശ്രുതി പറഞ്ഞു, ആഹാ ഇപ്പൊ ദുബായിലാണോ? ഓ അങ്ങനെയാണല്ലേ, ശരി ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് ശ്രുതി പറഞ്ഞു, അതെ ഇപ്പൊ ഇളയച്ചൻ ദുബായിലാന്ന് പറഞ്ഞു. ദുബായിലോ? ഓ അപ്പൊ ദുബായിലെ ഇളയച്ചൻ. രേവതി കേട്ടല്ലോ, ശ്രുതിയുടെ ഇളയച്ചൻ ദുബായിലാന്ന്. അതെ, അത് സച്ചിക്ക് എന്താ ഒരു സംശയം ഉണ്ടോന്ന് ചോദിച്ചു. ഓ എനിക്കെന്ത് സംശയം, ദുബായിലാണ് പിന്നെ എനിക്കൊരു സംശയമില്ല. പക്ഷേ ഞാനൊരിളയച്ചനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇളയച്ച ഇങ്ങോട്ടേക്ക് കയറി വരാനായിട്ട് പറയണം. അപ്പോഴേക്കും ജയരാജ് അങ്ങോട്ടേക്ക് കയറി വന്നു. ഒരു നിമിഷം ശ്രുതി ഞെട്ടിപ്പോയി. ദൈവമേ ഇയാളെയും കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്ക് സച്ചു പറഞ്ഞു, അപ്പൊ ഇതേതാ ഈ ഇളയച്ചനേതാ? ദുബായിലുണ്ടെന്നല്ലേ പറഞ്ഞേ പാർലെടുത്തിട്ട് ഇളയച്ചന്. അപ്പൊ ഇതാരാന്നൊരു ചോദ്യം വേണം. ശ്രുതിയോ ആകപ്പാടെ കാല് വെന്ത പോലെ നിൽക്കുക. പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും എന്ന് പറഞ്ഞാല് ഇത്രയും നാളും വലിയ ആള് കളിച്ചോണ്ടിരുന്നു. വലിയ ആള് കളിച്ച് കള്ളത്തരമൊക്കെ പറഞ്ഞോണ്ടിരുന്നു. കള്ളത്തരം പറഞ്ഞ് ഒരു പായസം വരെ ഉണ്ടാക്കി. പിടിക്കപ്പെടില്ല എന്നൊരു ഉറപ്പ് ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷെ ശ്രുതിക്ക് അറിയില്ലല്ലോ തന്റെ കള്ളത്തിലെല്ലാം പിടികൂടി എന്നുള്ള കാര്യം. പിന്നീട് സച്ചി അവിടെ കിടന്ന് അച്ഛമ്മ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോഴത്തേനും രവീന്ദ്രനും ചന്ദ്രമതിക്ക് അങ്ങോട്ടേക്ക് വരുവാണ്. എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അപ്പോഴാണ് അവിടെ ജയരാജ് നിൽക്കുന്നുണ്ട്. ഇത് ശ്രുതിയുടെ ഇളയച്ചനല്ലേ, ഇതെപ്പോ വന്നെന്ന് ചോദിച്ചു. സച്ചി പറഞ്ഞു, ഞങ്ങള് കൂട്ടിക്കൊണ്ടു വന്ന. നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന എവിടുന്ന? അതിന് നിങ്ങൾ എങ്ങനെ ശ്രുതിയുടെ ഇളയച്ചനെ കൂട്ടിക്കൊണ്ടു വരുന്നെന്ന് ചോദിച്ചു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, അതെ ഞങ്ങൾക്ക് കല്യാണ വീട്ടിൽ നിന്ന് കിട്ടിയതാ. കല്യാണ വീട്ടിൽ നിന്ന്? ഏത് കല്യാണ വീട്ടിൽ നിന്ന്? അത് അശോകനങ്ങളുടെ. അവിടെ എങ്ങനെ ശ്രുതിയുടെ ഇളയച്ചൻ വരുന്നേ? അല്ല മോളുടെ ഇളയച്ചൻ ദുബായിലായിരുന്നു അങ്ങോട്ടല്ലേ പറഞ്ഞിരുന്നേന്ന് ചോദിച്ചു. ചന്ദ്രമതി പറഞ്ഞു, അത് ശരിയാ ദുബായിലായിരുന്നല്ലോ, പിന്നെ എപ്പോഴാ നാട്ടിലെത്തിയത്? നാട്ടിലെത്തിയിട്ടൊന്നും പറഞ്ഞത് പോലും ഇല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും ശ്രുതി ആകെപ്പാടെ പെട്ട് നിൽക്കുകയാണ്. ആ സമയം സച്ചു പറഞ്ഞു, എന്താ പാർലടുത്തി എന്നും മിണ്ടായിരിക്കുന്ന എന്താ പറ, കാര്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞു.
അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു, അല്ല ഇതെന്താ ശ്രുതിയുടെ ഇളയച്ചനൊന്നും മിണ്ടാൻ നിൽക്കണമെന്ന് ചോദിച്ചു. അപ്പോഴാണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതി വന്നു കഴിഞ്ഞപ്പോഴത്തേനും വീരാൻ നിൽക്കുന്ന കണ്ടു. വീരാൻ നോക്കണം, ഇളയച്ചനാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുകയാണ്. ആ സമയത്ത് വീരാന്റെ തല കുമ്പിട്ട് നിൽക്കുകയാണ്. വീരാൻ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ആ സമയമാണ് സച്ചി പറയുന്നത്, അച്ഛനൊക്കെ തെറ്റി, ഇതേ പാലിലെടുത്തിട്ട് ഇളയച്ചനല്ലെന്ന് പറഞ്ഞു. ഇളയച്ചനല്ലെന്നോ? പിന്നെയോ? ഇത് ശരിക്കും ഫെബിന്റെ അമ്മാവനാ, അതായത് അശോകനങ്ങളിന്റെ മരുമോന്റെ അമ്മാവനാന്ന് പറഞ്ഞു. അമ്മാവനോ? എടാ അതെങ്ങനെ ശരിയാവും? ഇത് ശ്രുതിയുടെ ഇളയച്ചൻ തന്നെയല്ലേ? രണ്ടും ഒരാൾ തന്നെയാ. പക്ഷെ എങ്കിലേ ഇവിടെ ആൾമാറാട്ടോ നടന്നിരിക്കുന്നു പറഞ്ഞു. ആൾമാറാട്ടോ? അതെ. ഈ സമയത്ത് ശ്രുതി ഇങ്ങനെ പേടിച്ചു പറിച്ച് നിൽക്കുകയാണ്. തന്റെ കള്ളത്തരങ്ങളൊക്കെ പിടികൂടുന്നു മനസ്സിലായി. പായസമൊക്കെ ഉണ്ടാക്കി ആഘോഷിക്കാൻ പോയ ശ്രുതിക്ക് 8ന്റെ പണിയാണ്. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, ഇതേ ശ്രുതി, ഇവരെന്തൊക്കെയാ പറയണേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിന്റെ ഇളയച്ചനല്ലേ ഇത്? പിന്നെ ഇത് എന്താ പറയണേ? ഫെബിന്റെ അമ്മാവനാന്നൊക്കെ പറയണേ ഈ സച്ചി. എടാ നീ എന്താ നേരത്തെ മദ്യപിച്ചോ? എന്തൊക്കെ പൊട്ടത്തരായി വിളിച്ചു പറയണമെന്ന് ചോദിച്ചു. അതെ, ഞാൻ മദ്യപിച്ചിട്ടൊന്നുമില്ല. എന്റെ ഭാര്യ രേവതി ഇതേ നിൽക്കുന്നു. രേവതിയോട് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും രേവതി രവീന്ദ്രനോടൊക്കെ ആയിട്ട് പറഞ്ഞു, അച്ഛാ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചതിയാണ് ഇവിടെ നടന്നിരിക്കുന്നു പറഞ്ഞു. ചതിയോ? അതെ, ശ്രുതിയുടെ ഇളയച്ചനെന്നും പറഞ്ഞുകൊണ്ട് ഈ നിൽക്കുന്ന മനുഷ്യനെ കൊണ്ട് ഇത്രയും കാലം നാടകം കളിപ്പിക്കുമായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞു, ഇതേ വെറുതെ അനാവശ്യം പറയരുത് എന്റെ മോളെ കുറിച്ച്. നിനക്കൊക്കെ പണ്ട് തൊട്ടേ അസൂയാണെന്ന് അറിയാം. അതിന്റെ പേര് നീയൊക്കെ അസൂയ കാണിക്കുന്നല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, അതിന്റെ കാര്യമൊന്നും ഞങ്ങൾക്കില്ല. രവീന്ദ്രൻ ചോദിച്ചു, എന്താ ശ്രുതി എന്താ ഈ കേൾക്കണേ? നിനക്ക് ഇതിനെക്കുറിച്ച് വല്ല അറിയാവോ? എല്ലാരും കൂടെ എന്താ ഞങ്ങളെ കുരം കളിപ്പിക്കണോന്ന് ചോദിച്ചു. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല അച്ഛാ. ശ്രുതി നീ പറ, ഇത് നിന്റെ ഇളയച്ചനല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അത് പിന്നെ ശ്രുതി ഞാന് എന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ്. ആ സമയം രവീന്ദ്രൻ പറഞ്ഞു, അല്ല ഈ നിൽക്കുന്ന ഇളയച്ചനാണല്ലോ കഴിഞ്ഞ ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞത്, ശ്രുതി നിന്റെ അച്ഛൻ മരിച്ചു പോയെന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അതെങ്ങനെയാന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ അത്ര സമയം മിണ്ടാതിരുന്നേ. ജയരാജ് പറഞ്ഞു, അതെ എന്നോട് പൊറുക്കണം സാറേ, ഞാൻ അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞാന്ന് പറഞ്ഞു, എന്നെ കൊണ്ട് പറയിപ്പിച്ചാന്ന് പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞു, ശ്രുതിയുടെ അച്ഛൻ മരിച്ചിട്ടില്ലേ? എനിക്കറിയില്ല, അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാന്ന് പറഞ്ഞു. കണ്ടിട്ടില്ലാന്നോ? അതെ, എനിക്ക് ഇതിനകത്ത് യാതൊരു മനസ്സറിവില്ല. ശരിക്കും പറഞ്ഞാൽ എന്നെ വിളിച്ച് ഒരു നാടകം കളിപ്പിക്കുമായിരുന്നു. എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം. സിനിമയിലൊക്കെ അഭിനയിക്കാൻ നല്ല മോഹം ഉണ്ടായിരുന്നു എനിക്ക്. ആ സമയത്താണ് ശ്രുതിയുടെ ഫ്രണ്ട് മീര എന്നെ സമീപിക്കുന്നത്. ശ്രുതിയുടെ ഇളയച്ചനായിട്ട് അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ കരുതിയത് എനിക്ക് സിനിമയ്ക്കകത്ത് അഭിനയിക്കാനായിട്ട് അവസരം കിട്ടും, അങ്ങനെയൊക്കെയാണെന്നാണ് കരുതിയത്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അതങ്ങനെയല്ല എന്നുള്ള കാര്യം. ഇതിനകത്തുനിന്ന് ഞാൻ ഒഴിഞ്ഞു പോകാനായിട്ട് ശ്രമിച്ച, പക്ഷെ എന്നെ കൊണ്ട് സാധിച്ചില്ല എന്ന് പറഞ്ഞു. സത്യങ്ങളൊക്കെ പലവട്ടം നിങ്ങളോട് എനിക്ക് തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിലോ ഒരു ഇറച്ചിക്കട നടത്തിക്കൊണ്ടിരിക്കുക, അല്ലാതെ ഞാൻ ഈ പറയുന്ന ശ്രുതിയുടെ ഇളയച്ചനൊന്നും അല്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, അല്ല അപ്പം ശ്രുതിയുടെ അച്ഛനൊന്നും അറിയത്തില്ലേ? എവിടുന്ന്? എനിക്കറിയില്ല ശ്രുതിയുടെ അച്ഛൻ ആരാ എന്താ ഏതാന്നൊക്കെ എനിക്ക് അറിയത്ത് പോലും ഇല്ലാന്ന് പറഞ്ഞു. അത്രേ സമയം മിണ്ടാതിരുന്ന് ചന്ദ്രമതി ഇടീന്ന് വിളിച്ചുകൊണ്ട് പാഞ്ഞു വരുവാണ് ശ്രുതിയുടെ അടുത്തേക്ക്. ആ തലമുടി കുത്തിനും കൂടെ പിടിച്ചു. നീ എന്താടി ഞങ്ങളെല്ലാവരും കൂടെ പറ്റിക്കുമായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അമ്മേ ഞാൻ മിണ്ടരുത്, ഒരക്ഷരം പോലും നീ മിണ്ടി പോയേക്കല്ല. ഇത്രയും കാലം നീ നാടകം കളിക്കുമായിരുന്നില്ലേ? ഈ കുടുംബത്തെ മൊത്തം ചതിക്കുമായിരുന്നു നീ അല്ലേന്ന് ചോദിച്ചു. ഈ സമയത്ത് ജയരാജ് പറഞ്ഞു, അതെ ഇനി ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്നോട് അങ്ങനെയൊക്കെ പറയാനും പ്രവർത്തിക്കാനും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു. ആ സമയം രവീന്ദ്രൻ പറഞ്ഞു, എന്നാലും നിങ്ങൾ കൊള്ളാലോ, ഇത്ര നാളെ അതിവിദഗ്ധമായിട്ടല്ലേ ബാക്കിയുള്ളവരെ പറ്റിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് രവീന്ദ്രൻ ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛാ, ഈ വീട്ടിൽ തന്നെയുള്ള ആള് അമ്മ എന്താ പറഞ്ഞിരുന്നേ, അമ്മയുടെ മരുമോള്, മൊത്തം അമ്മയുടെ മരുമോളെ വിളിക്കില്ലായിരുന്നല്ലോ, എന്നിട്ടിപ്പോൾ നല്ല പണി തന്നില്ലേന്ന് ചോദിച്ചു. എടാ ശ്രുതി, നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? അന്ന് രേവതിയെ പറ്റിച്ച് ശ്രുതിയുടെ കഴുത്തിൽ താലി അടത്തി കഴിഞ്ഞപ്പോൾ കോടീശ്വരിയായ പുത്രയും വിവാഹം കഴിച്ചൊരു സന്തോഷത്തിലായിരുന്നല്ലോ. എന്താണേലും ഇപ്പൊ നിനക്ക് നല്ല ഇടിവെട്ട് പണി തന്നെ കിട്ടിയിരിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി വായി വന്ന എല്ലാം പറഞ്ഞു. ഇടിവെട്ടേറ്റ അവസ്ഥയെ ശ്രുതി നിൽക്കുകയാണ്. പക്ഷെ ചന്ദ്രമതിക്ക് സഹിച്ചില്ല. ചന്ദ്രമതി ശ്രുതിയുടെ കയ്യെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി, ഇങ്ങോട്ടേക്ക് വാടിയെന്നും പറഞ്ഞിട്ട് അങ്ങനെ പുറത്തേക്ക് കൊണ്ട് തള്ളുവാണ്. മേലാൽ ഈ വീട്ടിൽ കാല് കുത്തിയേക്കളെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭദ്രകാളിയെപ്പോലെ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ലാതെ ശ്രുതി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.